ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റു പ്ലേസ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ താഴത്ത് നമ്മൾ ഹെലിക്കോണിയൊക്കെ നട്ടിരിക്കുന്ന പ്ലേസിൽ ഇപ്പോൾ എൻ്റെ ബൈക്ക് ഫുള്ള് നനഞ്ഞു. അപ്പോൾ അവിടെ കുറേ നേരം വെയിറ്റ് നിന്ന് അതിന് ശേഷമാണ് എന്താ ഇപ്പോൾ ഇവിടെ വന്നിട്ട് അടുത്ത ഹെലിക്കോണി എല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഹെലിക്കോണി പാക്കിംഗ് എല്ലാം കാണിക്കാൻ പോകുന്നത്. ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഹെലിക്കോണിയെ മേടിക്കുന്നവർക്ക് പലർക്കും ഹെലിക്കോണി നടാൻ അറിയായിരിക്കും. ഇൻ കേസ് സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളവർക്ക് ചിലർക്ക് പറ്റുന്നൊരു തെറ്റാണ്. പുതുതായിട്ട് വാങ്ങുന്ന ഇപ്പോൾ ഹെലിക്കോണിയുടെ നമ്മൾ വേറൊരു വീഡിയോ ഒന്ന് എടുത്ത് വെച്ചതുപോലെ തന്നെ ഫ്ലവറിലുള്ള പ്ലാന്റ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ പ്ലാന്റിൽ നമ്മൾ ഡയറക്റ്റ് വന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ എടുക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ പ്ലാന്റിൽ നമുക്ക് ഈ ഫ്ലവറിൻ്റെ ഈ ഒരു ഫാം വെച്ച് നമ്മൾ കട്ട് ചെയ്യും. ഈ ഫ്ലവർ വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ കൊടുത്തേക്കാം. പക്ഷേ നമുക്ക് ഈ ഒരു ഫാം വെച്ച് നമ്മൾ കട്ട് ചെയ്യും. അത് താഴെ വേറെ പൊടിച്ച് വരും ഈ പ്ലാന്റ്. അപ്പോൾ ഇതും അതുപോലെ വലിയ പ്ലാന്റാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷനിലുള്ള പ്ലാന്റ്സ്. കണ്ട ഇപ്പോൾ എക്സാമ്പിൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ടതിന് ശേഷം ഏകദേശം 2 മാസം കഴിഞ്ഞ പ്ലാന്റാണ്. ഈ 2 മാസം നമ്മളിതിനെ ഒരു കവറിലേക്ക് ആദ്യമേ നട്ട് നിറച്ച് വെള്ളം പോലേക്ക് ഇരിക്കുന്ന കവറിൽ കൊണ്ട് നട്ട് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അഴുകിപ്പോൾ. ഞാനിത് വെറുതെ മണ്ണിലിങ്ങനെ ഇട്ടിരുന്നതാണ്. ഓക്കെ, ഉണ്ട്, ഇതെല്ലാം പൊടിച്ചിട്ടുണ്ട്, എല്ലാം പൊടിച്ചിട്ടുണ്ട്. കണ്ടോ, വെറുതെ നമ്മളിങ്ങനെ കൊണ്ട് മണ്ണിൽ എന്ന് പറഞ്ഞ് നല്ല വെയിലത്തുകൊണ്ട് ഇടരുത്. അല്പം ഒരു തണുത്ത അറ്റ്മോസ്ഫിയറുള്ള പ്ലേസിൽ വെറുതെ കൊണ്ട് മണ്ണിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇതിങ്ങനെ നിറച്ച് മുകളങ്ങളെ പൊടിച്ചു വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അഴുകി പോകുന്ന രീതിയിൽ വെള്ളമുള്ള പ്ലേസിൽ കൊണ്ടിടരുത്. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ ഇതിൽ കുറച്ച് എനിക്ക് അയക്കാനുള്ളത് ആസാമിൽ ഒരിടത്തേക്ക് 2-3 പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട് ലോങ്. പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ ട്രിവാൻഡ്രത്തിലും പല പ്ലേസിലേക്കുള്ള പ്ലാന്റ്സാണ്. ഇതൊക്കെ ഒരു വലിയ പൂവിൻ്റെയാണ് ഈ പ്ലാന്റ്. ഇത് വന്നിട്ട് ഒരു ഓറഞ്ച് കളറിൻ്റെയാണ്. പിന്നെ ഇത് വന്നിട്ടൊരു പച്ച കളറാണ്. പച്ച കളറിന് ഒരു മഞ്ഞയുടെ പ്ലാന്റാണ് ഈ പ്ലാന്റ്. ഒരു പ്രത്യേക ലീവ്സാണ് ഉണ്ട് ഇത് കാണാൻ വേണ്ടി. ഇത് പിന്നെ ഇതിൻ്റെ ഫ്ലവർ നിങ്ങൾക്ക് കാണാമല്ലോ. പിന്നെ ഇന്ന് വേറെ കുറച്ച് സെക്സി പിങ്ക് അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പുതിയ സ്റ്റോക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഹെലിക്കോണിയ പ്ലാന്റ്സ് കളക്ഷനായിട്ട് ചെയ്യുന്നവർക്ക് ഇപ്പോൾ കട്ട് ഫ്ലവർ നല്ല എമൗണ്ടായിട്ട് ഇപ്പോൾ പോകുന്നൊരു പ്ലേസാണ്. കട്ട് ഫ്ലവർക്ക് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള സമയമാണ് ഇപ്പം. അപ്പോൾ കട്ട് ഫ്ലവറായിട്ട് നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് നിങ്ങൾക്ക് വെറുതെ നിങ്ങളെ വീടിന് ചുറ്റും നട്ടിട്ടിരുന്ന് നമുക്ക് നല്ലൊരു ഇൻകം ഇതിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ പ്ലാന്റ് വിൽക്കണമെന്നില്ല. അല്ലാതെ നിങ്ങൾക്കിപ്പോൾ കട്ട് ഫ്ലവർ നിങ്ങൾക്ക് അടുത്തുള്ള ഷോപ്പിലേക്ക് കൊണ്ടുപോയി വിൽക്കാം. അപ്പോൾ നിങ്ങൾ അവിടെ അതിൻ്റെ ഒരു അവസരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ വിൽക്കാനുള്ള അവസരം ഉണ്ടോ നോക്കിയതിന് ശേഷം നമ്മളെ കയ്യിൽ ഏകദേശം ഒരു 10 പുറത്ത് ഹെലിക്കോണിയ വെറൈറ്റീസ് സെയിലിന് ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. നോർമൽ വെറൈറ്റീസ് എല്ലാവരുടെയും ഇടയ്ക്ക് നമുക്ക് പലയിടത്തും കാണപ്പെടുന്ന വെറൈറ്റീസ് നമ്മൾ കളക്ഷനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു 3 വെറൈറ്റി. അത് പോയതിന് ശേഷം ബാക്കിയെല്ലാം അത്യാവശ്യം വെറൈറ്റി സാധനങ്ങളാണ്. ഇതൊരു വെറൈറ്റി എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് ഒരു പിങ്ക് പൂവാണ്. ഒരു പിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലൈറ്റ് ഷെയ്ഡുള്ള ഒരു യെല്ലോയിഷ് പിങ്കിഷ് കളറാണ്. അത് തിരിച്ചറിയാൻ പറ്റും. കണ്ട അതിൻ്റെ ആ ഒരു പിങ്കിഷ് കളർ അവിടെ ഉണ്ട്. പിന്നെ അതും പോയിട്ട് അത് അത്ര സൈസ് ആവില്ല, അവിടെ തന്നെ മീഡിയം സൈസാണ്. പിന്നെ ഹെലിക്കോണിയയിൽ നമുക്ക് ഡാർക്ക് വെറൈറ്റി ഹെലിക്കോണിയസ് ഉണ്ട്. അത് ഞാൻ ഇതുവരെ നമ്മളതിൽ സെയിലിന് ആഡ് ചെയ്തിട്ടില്ല. അത് കുറേ പ്ലാന്റ് ഇരിക്കുന്നു, പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ട് ആഡ് ചെയ്തില്ല. അപ്പോൾ തുടർന്ന് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുള്ള പലരും ചോദിക്കുക. അപ്പോൾ ഡാർക്ക് വെറൈറ്റീസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഹെലിക്കോണിയ ഡാർക്ക് വെറൈറ്റി അത്ര കട്ട് ഫ്ലവർ പോകുമെന്ന് എനിക്കറിയില്ല. കട്ട് ഫ്ലവറൊക്കെ കൂടുതൽ പോകും, നമ്മൾ നേരത്തെ കാണിച്ചില്ല. അങ്ങനത്തെ ഫ്ലവറും പിന്നെ സെക്സി പിങ്ക് അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ മേടിക്കാൻ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യും. നമ്മൾ ഇതുപോലത്തെ അത്യാവശ്യം നല്ല പൊടിക്കുന്ന പ്ലാന്റ് മാത്രമേ നമ്മൾ അയക്കൂ. വലിയ പ്ലാന്റ്സ് ആണ് ഇതല്ല. അല്ലാതെ നമുക്ക് കണ്ടാ ഇത് ലീഫ് കട്ട് ചെയ്ത് അയക്കൂ. കട്ട് ചെയ്ത് നമുക്ക് അയക്കാൻ പറ്റില്ല. ഇതൊക്കെ ഉറപ്പായിട്ട് പൊടിക്കുന്നതാ. പൊടിപ്പൊക്കെ ഇരിപ്പുള്ള വലിയ പ്ലാന്റുകളാണ്. കണ്ടോ, നല്ല അത്യാവശ്യം വേരൊക്കെ വന്നിട്ട് വലിയ പ്ലാന്റ് മാത്രമേ നമ്മൾ അയക്കാറുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, സാധനം കാണിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ വീട്ടിലെത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എൻ്റെ ഇന്ന് ലാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുള്ള ആൾക്കാരുടെയൊക്കെ വീട്ടിൽ ഇത് എത്തും കേട്ടോ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് എനിക്ക് എൻ്റെ സന്തോഷം. അതുപോലെ എൻ്റെ ബിസിനസ്സും പോകുന്നു. ഓക്കെ, ബൈ ബൈ.